എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനുമായ ഡോക്ടർ സാംപി എബ്രഹാം വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. എപ്പോഴും ധാരാളം കത്തുകളും ഇമെയിലുകളും കിട്ടാറുണ്ട്. ഡോക്ടർ, എൻ്റെ ഭാര്യയ്ക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ല, എന്താണ് ഇതിന് കാരണം? ഒരു ഒറ്റ വാക്കിൽ നമുക്കതിന് ഉത്തരം പറയുക സാധ്യമല്ല. ലൈംഗിക കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ്, അതിനോടുള്ള പൊരുത്തമില്ലായ്മ, ഇതിനെയൊക്കെ നമ്മൾ ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ എന്നാണ് പറയുന്നത്. അത് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നാം എപ്പോഴും ഓർക്കണം, പല ഊർജ സ്രോതസ്സുകളുണ്ട്. അതിൽ വലിയൊരു ഊർജ സ്രോതസ്സാണ് ലൈംഗിക എനർജി, സെക്ഷുവൽ എനർജി. ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. വ്യക്തമായിട്ട് അവരതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. ലൈംഗിക ജീവിതത്തോടുള്ള വിരക്തി ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ളവരിൽ അവർക്ക് ലൈംഗിക എനർജി കുറയും. സെക്ഷുവൽ എനർജി എന്നുള്ളത് മനുഷ്യന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സാണെന്നും അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഓജസ്സായി മാറും എന്നും വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. ഈ ലൈംഗിക എനർജി നമ്മൾ അതിനെ ശരിയായ രീതിയിൽ ഓജസ്സായി മാറ്റിയാൽ ഒരു വ്യക്തിയുടെ പ്രഭാവം വളരെയേറെ കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള കഴിവിനെ അത് വ്യക്തമായി കൂട്ടുമെന്ന് നമുക്ക് മനസ്സിനെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നത് എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. തൻ്റെ പങ്കാളിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാമെന്ന് നാം വ്യക്തമായിട്ട് അറിയണം. സ്ത്രീകളുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ ഇതിനൊരു കാരണമാണ്. നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സ്ത്രീകളിലുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ അവരുടെ വിഷാദത്തിനൊരു പ്രധാന കാരണമാണെന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ലൈംഗിക എനർജിയുടെ സ്രോതസ്സ് കുറയുമ്പോൾ അവരുടെ ഈ ഓജസ് കുറയുകയും അവർക്ക് ശരിയായിട്ടുള്ള മാനസിക ഊർജം ലഭിക്കാതെ വരികയും അത് അവരിൽ നിരാശയുണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പുരുഷ ഹോർമോണിൻ്റെയും പ്രൊലാക്റ്റിൻ്റെയും അളവിലുള്ള വ്യത്യാസം ഇതിന് ഒരു കാരണമാണ്. ഇന്ന് വ്യക്തമായിട്ട് അറിയാം, ലൈംഗിക കാര്യങ്ങളിലുള്ള താല്പര്യത്തിന് തലച്ചോറിലുള്ള പ്രവർത്തനവുമായി വളരെയേറെ ബന്ധമുണ്ട്. തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റം എന്ന ഭാഗത്തെ പ്രവർത്തനം ലൈംഗിക പ്രവർത്തനത്തെ വളരെയേറെ നിയന്ത്രിക്കുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾക്ക് ലൈംഗിക കാര്യങ്ങളിലുള്ള താല്പര്യം തീരെ ഇല്ലാതാവാം, കൂടുതലാവാം, കുറവാവാം. ഒരാൾക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അതൊരു പ്രാധാന്യമുള്ളതാണ്. ചിലപ്പോൾ രോഗികൾ വരുമ്പോൾ പറയും, ഡോക്ടറെ, എനിക്കതങ്ങോട്ട് പറയുവാൻ സാധിക്കുന്നില്ല എന്ന്. എങ്ങനെയാണ് ഒരാൾക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്? ലൈംഗികമായിട്ടുള്ള ചിന്തകൾ, ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ, വികാരങ്ങൾ, പങ്കാളിയുമായി ഈ രീതിയിൽ ഇറങ്ങണമെന്നുള്ള ആഗ്രഹം, യോനിഭാഗത്തുണ്ടാകുന്ന നനവ് കുറവ്, ഇത്തരത്തിലുള്ള ചിന്തകൾ, അതുമൂലമുണ്ടാകുന്ന സ്വപ്നങ്ങൾ, ഇവയൊക്കെ കുറയുകയാണ് ഇതിൻ്റെ ലക്ഷണം. തീർച്ചയായിട്ടും ഇതിന് ശാരീരികമായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, അല്ലെങ്കിൽ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, തൈറോയ്ഡ് ഹോർമോൺ ലെവലിലുള്ള അപാകതകൾ, പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ ലെവലിലുള്ള അപാകതകളൊക്കെ ഇതിന് കാരണമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരാൾക്ക് ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടായാൽ അയാൾക്ക് വലിയ ഒരു മാനസിക ഊർജത്തിൻ്റെ സ്രോതസ്സ് കുറയുകയാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തുവെങ്കിൽ മാത്രമേ അയാളുടെ ജീവിതം ഫലവത്താകുകയുള്ളൂ. നാം എപ്പോഴും ഓർക്കണം, ലൈംഗിക എനർജി എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് മനുഷ്യൻ്റെ ഏറ്റവും പൊട്ടൻ്റായിട്ടുള്ള എനർജിയാണ്. ഈ എനർജിയെ നമ്മൾ ശരിയായ രീതിയിലുള്ള ദിശയിൽ തിരിച്ചുവിട്ടവരാണ് പിന്നീട് വലിയ വലിയ ആളുകളായിട്ട് മാറിയത്. അവർ അതിനെ എപ്പോഴും ആ എനർജിയെ
താലോലിപ്പിച്ച് ചിന്തകളിൽ കൂടി ഡൈവേർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടി ഒരു ലൈംഗിക പ്രവൃത്തികളിലേക്ക് മാത്രം താഴെയാക്കി സംഭവത്തിൽ കൂടി മാത്രം സുഖം തേടുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഉയർത്തി അതിനെ ക്രിയാത്മക രീതിയിലേക്ക് മാറ്റുമ്പോൾ അവരുടെ രംഗത്ത് വിളങ്ങിയവരാണവർ. എങ്ങനെയാണ് അവർക്കത് സാധ്യമായത്? ഉയർന്ന ചിന്തകളിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാർ ഈ ഓജസ് കണ്ടുപിടിച്ചത്. എന്നാൽ ലൈംഗിക കാര്യങ്ങളിലുള്ള വിരക്തി ഈ ഊർജ്ജ സ്രോതസ്സിന് ഭംഗമുണ്ടാക്കുകയും അത് ഒരാളുടെ ജീവിതത്തിൻ്റെ നിലവാരം കുറയ്ക്കുകയും ചെയ്യും എന്ന് നാം ഓർക്കണം. ഒരിക്കലും ലൈംഗിക എനർജിയെ നമ്മൾ തളർത്തുവാനല്ല ഉപയോഗിക്കേണ്ടത്, അതിനെ എങ്ങനെ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് ഒരാളെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ബലം അയാൾക്ക് നൽകുന്നത് എന്നുള്ളൊരു അറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ളോ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നും ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണെന്നും പ്രേക്ഷകർ വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അവരുടെ മാനസിക പ്രവർത്തനത്തിന് വളരെ ആവശ്യമാണെന്നുള്ളത് നാം അറിയേണ്ടതായിട്ടുണ്ട്. അവരുടെ ലൈംഗിക താല്പര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ തന്നെയാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഒരിക്കലും കരുതരുത്. സ്ത്രീകളുടെ ഓവറിയിലും അഡ്രീനൽ ഗ്രന്ഥിയിലുമാണ് ഈ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പുരുഷ ഹോർമോണിൻ്റെ ശരിയായ രീതിയിലുള്ള അളവ് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യത്തിന് പ്രാധാന്യമുള്ളതാണ്. അവരുടെ അസ്ഥിയുടെ പ്രവർത്തനത്തെ സഹായിക്കും. ശരീരവേദനയോടുള്ള അവരുടെ പ്രതികരണത്തിന് ഈ ഹോർമോണിൻ്റെ അളവ് പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രായം കഴിയുമ്പോൾ സ്ത്രീകൾ അമിതമായിട്ടുള്ള വേദന പറയാറുണ്ട്. ശരീരം മുഴുവൻ വേദനയാണ്, മറ്റൊരാൾ തൊടുന്ന പോലും വേദനയാണ്, ശരീരം മുഴുവൻ നീരാണ്. ഇതൊക്കെ അവരുടെ പെയിനോടുള്ള ആ ഒരു അളവിനോടുള്ള പ്രതികരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അവിടെയും ഈ പുരുഷ ഹോർമോണിൻ്റെ അളവ് പ്രാധാന്യമുള്ളതാണ്. ആയിട്ടുള്ള ക്ഷീണവും ഇല്ലാതാക്കുവാനും സ്ത്രീകളിൽ ഈ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോൺ സഹായിക്കും. എന്നാൽ അവരുടെ രക്തപരിശോധന ചെയ്യാതെ ഒരിക്കലും സ്വയമായിട്ട് സ്ത്രീകൾ ലൈംഗിക ഉത്തേജനത്തിനു വേണ്ടി ഈ ഹോർമോൺ എടുക്കരുത്. അവരുടെ മാസമുറക്രമം തെറ്റുവാനും ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകുവാനും തലമുടി കൊഴിയുവാനും ഒക്കെ ഇത് കാരണമാകും. നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ക്ഷീണം, അമിതമായിട്ടുള്ള ശരീരവേദന, ലൈംഗിക കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ്, എപ്പോഴും ജീവിതത്തോടുള്ളൊരു വിരക്തി, തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോർമോൺ തകരാറ് അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയെക്കാളും കൂടുതൽ മോശമായൊരവസ്ഥയിലേക്ക് നിങ്ങളെ ഈ സ്വയം ചികിത്സ എത്തിച്ചു എന്ന് വരും. ഇനി കത്തുകൾക്കുള്ള മറുപടിയാണ്. ഈ പ്രോഗ്രാമിലൂടെ നിരവധി കത്തുകളാണ് ഞങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾക്ക് ഡോക്ടർ ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുന്നു. ഇനി കത്തിലേക്ക് കടക്കാം. ഈ കത്ത് എഴുതിയിട്ടുള്ളത് അജിത കുമാരി, കോഴിക്കോട് നിന്നാണ്. ഡോക്ടർ, എനിക്ക് 45 വയസ്സ് പ്രായമുണ്ട്. പ്രസവം 19 വർഷം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സിസേറിയനായിരുന്നു. ചെറിയ തോതിലുള്ള ബ്ലീഡിങ്ങും അടിവയറ്റിൽ നേരിയ വേദനയും മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. കുറച്ചു കാലം ആയുർവേദ മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഏകദേശം 6 മാസം മുമ്പ് ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യൂറിൻ കൾച്ചർ, സ്കാനിംഗ് എന്നിവ ചെയ്തു. യൂറിൻ കൾച്ചറിൽ പ്രശ്നമൊന്നുമില്ല. സ്കാനിംഗ് റിപ്പോർട്ട് പ്രകാരം ഫൈബ്രോയിഡ് കാണുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കുറച്ച് ദിവസത്തേക്ക് കഴിക്കാൻ മരുന്ന് തരികയും ചെയ്തു. പിന്നീട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു. മരുന്ന് കഴിച്ചതിന് ശേഷം 6 മാസത്തോളം സമാധാനമുണ്ടായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശം ഓവറിയും യൂട്രസും ഒരുമിച്ച് നീക്കം ചെയ്യണമെന്നാണ്. ഫൈബ്രോയിഡ് മാത്രം എടുത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും വരുമെന്നാണ് പറയുന്നത്. ഒരിക്കൽ സിസേറിയൻ ചെയ്തത് കാരണം എനിക്ക് വല്ലാത്ത പേടിയും ടെൻഷനുമുണ്ട്. വീണ്ടും ഒരു വയറ് കീറിയുള്ള സർജറി ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് സത്യാവസ്ഥ? അജിത കുമാരി, കോഴിക്കോട്. ഒരു ഗർഭാശയ മുഴയെ പറ്റി ഈ ആധുനിക കാലത്ത് ഇത്ര നീട്ടിവലിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഗർഭാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ മുഴ നിൽക്കുന്നതിനാൽ അത് ഗർഭാശയഭിത്തിയിലൂടെ അത് മൂത്രസഞ്ചിയെ തലോടുന്നതുകൊണ്ടാണ് താങ്കൾക്ക് മൂത്രസംബന്ധമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്രായത്തിൽ മുഴ മാത്രം എടുത്ത് കളയാം. എന്നാൽ വീണ്ടും
ഇത് ഉണ്ടാകുമെന്നുള്ളൊരു ഭയമുണ്ടെങ്കിൽ ഗർഭപാത്രം മുഴുവൻ എടുക്കുന്നതാണ് നല്ലത്. ഗർഭാശയം നീക്കം ചെയ്യുവാനും അല്ല താങ്കൾക്ക് മുഴകൾ മാത്രം നീക്കം ചെയ്യാൻ മതിയെങ്കിൽ അത് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ വഴി നമുക്ക് ലളിതമായി ചെയ്യുവാനായിട്ട് കഴിയും. ഹോർമോൺ നിലവാരം കീപ്പ് ചെയ്യുന്നതിൽ ഓവറിക്കുള്ള പങ്ക് പ്രാധാന്യമുള്ളതാണ്. ഓവറി നീക്കം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓവറിയുടെ ഘടനയെ ആശ്രയിച്ചിരിക്കും. ആ കാര്യം താങ്കൾക്ക് ഡോക്ടറുമായി ചർച്ച ചെയ്യാം. വില കൂടിയ മരുന്നുകൾ ഉപയോഗിച്ച് താങ്കൾക്ക് ഈ മുഴയുടെ വലിപ്പം കുറയ്ക്കാമെങ്കിലും അവ നിർത്തുമ്പോൾ അവ വീണ്ടും പഴയപടിയിൽ തന്നെ എത്തും. ഏതായാലും താങ്കൾ ഭയപ്പെടുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലളിതമായിട്ട് ശസ്ത്രക്രിയയിലൂടെ താങ്കൾക്ക് ഈ പ്രശ്നപരിഹാരം ലഭിക്കും. ഇനി ടെസ്റ്റ് മണി. ഡോക്ടർ സാംപി എബ്രഹാമിൻ്റെ വന്ധ്യതാ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായത് അനേകായിരം ദമ്പതികൾക്കാണ്. അവരിൽ നിന്നും ചിലരുടെ അനുഭവ സാക്ഷ്യമാണ് അടുത്തത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷക്കാലമായി. കുട്ടികളെല്ലാം ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഡോക്ടർ സാമിൻ്റെ ക്ലിനിക്കിനെ പറ്റി അറിയുകയും ഞങ്ങൾ അവിടെ എത്തി ഡോക്ടറെ കണ്ട് ആദ്യത്തെ കൺസൾട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 8 മാസക്കാലം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി കിട്ടി. ഈ കഴിഞ്ഞ ഒക്ടോബർ 30 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതിൽ അവിടുത്തെ ഡോക്ടറോടും കുടുംബാംഗങ്ങളോടും ഹോസ്പിറ്റലിലെ മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു തന്ന ഡോക്ടറോടും ഡോക്ടറുടെ കുടുംബത്തോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റിന് പോയായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് സാം ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സാം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറുമായിട്ട് ഫസ്റ്റ് വിസിറ്റിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ഞങ്ങളെ അവിടെ സ്വാഗതം ചെയ്തത്. അങ്ങനെ 1.5 വർഷമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തി. നോർമലായിട്ട് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് കുഞ്ഞ് പിറന്നതിന് ശേഷം ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനോടും അവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളോടും ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് നന്ദി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഡോക്ടറിൻ്റെ കുടുംബത്തിനോടും പ്രത്യേക താല്പര്യം ഞങ്ങൾക്കുണ്ട്. ദൈവത്തിനോട് അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന്, ആ ഡോക്ടറിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എപ്പോഴും. ജനനവും മരണവും ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞറിവ്. പക്ഷേങ്കിൽ സാം ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നിമിത്തമാണ്. കാരണം കുട്ടികളില്ലാത്ത പല ഫാമിലികൾക്കും കുട്ടികളെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി കൊടുക്കുന്ന ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ ഒരു റൂമിൽ സ്വന്തം ശരീരവും ഉറക്കവും കളഞ്ഞ് 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഈ ഡോക്ടറിന് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഡോക്ടറോട് ഞങ്ങൾക്ക് കടപ്പാടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഡോക്ടറിൻ്റെ ഭാര്യ റെനി എബ്രഹാം, അവരുടെ ഫാമിലിക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 17ാമത്തെ വർഷമാണ് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചത്. 16ാമത്തെ വർഷം ഞങ്ങൾ TV വഴിയാണ് ഡോക്ടർ സാമിനെക്കുറിച്ചും സാമിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളിവിടെ വരികയും സാം സാറിനെ കാണുകയും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് സാർ തന്നത്. ഞങ്ങളുടെ ചികിത്സ തുടങ്ങി 6ാമത്തെ മാസം എൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും ഇപ്പോൾ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. സാമ്പത്തികമായി സാം സാർ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സാം സാറിനും ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും ഞങ്ങളുടെ വിലയേറിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സാം സാറിനും കുടുംബങ്ങൾക്കും ഈ സ്ഥാപനത്തിനും എന്നും
നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇത് പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ടി വിയിൽ കൂടി സാം ഡോക്ടറെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ട്രീറ്റ്മെൻറ്റിനോട് ഇവിടെ വന്നു. ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു തന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. 3 മാസം കൊണ്ട് പ്രഗ്നൻസി കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞു. മാർച്ച് 2013 പ്രഗ്നൻസി കിട്ടി. ഒക്ടോബർ 24, 2013 ഡെലിവറി ആയിരുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ. സാം ഡോക്ടറിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും എല്ലാവർക്കും വളരെയധികം നന്ദി. വളരെ ചിലവ് കൂടിയ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇത്. സാധാരണക്കാരെ കൊണ്ട് താങ്ങാനൊക്കാത്ത ഒരു ഇതാണ്. ഡോക്ടറുടെ ഭാഗത്തു നിന്നും വളരെയധികം പോസിറ്റീവായിട്ടുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും. അതുകൊണ്ട് ഡോക്ടറിനും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും വളരെയധികം നന്ദി. അപ്പം ഞാൻ 2000 കല്യാണം കഴിച്ചതാണ്. 2000 കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളുണ്ടാകാതെ വന്നു. അപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പം ഡോക്ടർ സാമിൻ്റെ അടുത്ത് ഞാൻ വന്ന് ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ്, അന്ന് നിങ്ങൾ ഇത്ര ഹൈ റേഞ്ചിൽ നിന്ന് വരുന്നതാണ്, അപ്പോൾ നിങ്ങൾ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ മാത്രമേ ഇത് ഫലം പറയാൻ പറ്റുള്ളൂ. 80% എൻ്റെ ഗ്യാരൻറ്റിയും 20% ദൈവത്തിൻ്റെ കയ്യിലുമാണെന്നാണ് എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞ സമയങ്ങളിൽ എന്നും ഞാൻ വന്ന് ഡോക്ടറിനെ കാണുകയും ഡോക്ടർ അന്ന് വേറെ കോട്ടയത്തായിരുന്നു ഡോക്ടറിന് ഓപ്പറേഷൻ. അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടുന്ന് ഞങ്ങളൊരു 2 വർഷം സ്ഥിരമായി മരുന്ന് കഴിച്ചു. സ്ഥിരമായി ഡോക്ടർ പറഞ്ഞ സമയങ്ങളിലും വരികയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ ഒരു കൊച്ച് വരണം. എന്ത് തടസ്സമുണ്ടെങ്കിലും ആ തടസ്സം മാറ്റി നിങ്ങൾ വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ പറയാനുള്ളത് ഡോക്ടറിന് നന്ദിയാണ് പറയേണ്ടത്. ഡോക്ടറിന് എന്ത് തിരക്കുണ്ടായാലും ഞങ്ങൾക്ക് വേണ്ടി ഡോക്ടർ കഷ്ടപ്പെട്ട ഡോക്ടറിനെ ഞങ്ങൾ മാസത്തിൽ ഒരു 2 തവണയാണെങ്കിലും ഓർക്കാതിരിക്കില്ല. കാരണം എന്നും ഓർക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായി മാറും. ഞങ്ങളൊരു മാസത്തിൽ 2 തവണയാണെങ്കിലും ഡോക്ടറിൻ്റെ കാര്യം കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നു. ഞാൻ ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്ടർ ചെയ്ത ഉപകാരത്തിന് എന്നും ഞങ്ങൾ കടപ്പെട്ടവരായിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. നാട്ടിൽ പല ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചികിത്സ നടത്തിയിരുന്നു, ഫലമുണ്ടായില്ല. അങ്ങനെ TV പ്രോഗ്രാം കാണുകയും സാം ഡോക്ടറെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റൽ വരികയും സാം ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു നല്ല വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടർന്നു. പിന്നീട് ഒക്ടോബർ 31-ാം തീയതി നമുക്ക് നല്ലൊരു റിസൾട്ട് വന്നു. പിന്നെ ജൂൺ 7-ാം തീയതി നമുക്ക് 2 കുട്ടികൾ പിറന്നു. ഡോക്ടറുടെ നല്ല സഹായം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചികിത്സ മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചത്. അതിന് ഡോക്ടറോടും ഡോക്ടറുടെ കുടുംബത്തോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ മനക്കച്ചിറയിലുള്ള എല്ലാ സ്റ്റാഫിനോടും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു. 16 വർഷത്തിനോടിടയ്ക്ക് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പോയി. ഡൽഹി, ചെന്നൈ, കർണാടക എന്ന് വേണ്ട പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവസാനം TV യിൽ ഡോക്ടറുടെ പ്രോഗ്രാം കാണാനിടയായി. അതിനെ തുടർന്ന് ഇവിടെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും തുടർന്ന് ഡോക്ടറെ വന്ന് കാണുകയും ഡോക്ടറെ കണ്ട നാൾ മുതൽ ഡോക്ടർ ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസത്തിൻ്റെയും തുടർന്നുണ്ടായ ട്രീറ്റ്മെൻറ്റിൻ്റെയും എല്ലാ സഹകരണത്തിൻ്റെയും അവസാന ഫലമായി ഞങ്ങൾക്കൊരു പിഞ്ചോമനെ കിട്ടി. ഞങ്ങളുടെ ഇരുണ്ട ജീവിതത്തിൽ വെളിച്ചം വീശി തന്നത് ഡോക്ടറാണ്. ആ ഡോക്ടറെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഡോക്ടറോടും ഡോക്ടറുടെ കുടുംബത്തിനോടും മക്കളോടും ചേച്ചിയോടും എല്ലാവരോടുമുള്ള കടപ്പാട് ഞങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള നേഴ്സുമാരായിട്ടുള്ള എല്ലാ സിസ്റ്റർമാരും ഞങ്ങളോട് തന്നിട്ടുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹവും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങളെ പ്രവർത്തിക്കുകയും ഞങ്ങളോട് പെരുമാറുകയും ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് 1.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിനുള്ളിൽ എല്ലാവരിൽ നിന്നും കിട്ടുകയും അതിൻ്റെ അവസാന ഫലമെന്ന രീതിയിൽ ഞങ്ങൾക്കൊരു പിഞ്ചോമനെ കിട്ടുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുദീർഘമായ നിർണായകമായ ഒരു നിമിഷം കിട്ടിയത് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഹോസ്പിറ്റലിനെയോ ഇവിടെയുള്ള സ്റ്റാഫിനെയോ ഡോക്ടറിനെയോ ആരെയും ഞങ്ങൾക്ക് മറക്കാൻ കഴിയും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ സാം ഡോക്ടറിനെ പറ്റി അറിഞ്ഞത്. സാം ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ മറക്കും. കറക്റ്റ് ചികിത്സയാണ് സാർ തരുന്നത്. പിന്നെ നമ്മളുടെ എല്ലാ വിഷമങ്ങളും മാറുന്ന തരത്തിലാണ് നമ്മളോട് ഡോക്ടർ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചികിത്സയ്ക്ക് വന്ന ആദ്യത്തെ മാസം തന്നെ പ്രഗ്നൻസിയായി.
സാം ഡോക്ടറിൻ്റെ കുടുംബത്തിനും സ്റ്റാഫിനും എല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ ലഭിച്ചു. ഞങ്ങൾ ദൈവത്തിനോടും സാം ഡോക്ടറിനോടും വളരെ നന്ദിയുള്ളവരാണ്. നമ്മുടെ ലോകം നമ്മളിൽ തന്നെയാണ് തുടങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നമ്മൾ തന്നെയാണ്. എല്ലാവരും നല്ലതാണെന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അസൂയയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് വിജയം അകലുവാൻ തുടങ്ങും. ക്രോധത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ പേറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉന്മേഷക്കുറവുണ്ടാവും. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെയുള്ള ഒരു വെറുപ്പ് നിങ്ങളുടെ ജീവിത പരാജയത്തിൻ്റെ തുടക്കമാണ്. കണ്ണാടിയിൽ നോക്കി ഞാൻ ചിരിക്കുമ്പോൾ കാണുന്നത് എൻ്റെ പ്രതിരൂപത്തെയാണ്. കണ്ണാടിയിൽ നോക്കി ഞാൻ കരഞ്ഞാൽ കാണുന്നത് എന്നെ തന്നെയാണ്. കണ്ണാടിയിൽ ഞാൻ കാണുന്നത് എൻ്റെ ആത്മസ്വരൂപത്തെയാണ്. ജീവിതത്തെ ശപിച്ചാൽ ജീവിതം നിങ്ങളെയും തിരിച്ച് ശപിക്കും. ചുരുക്കത്തിൽ മനോഭാവം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. വന്ധ്യത അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? എവിടെ ചെന്നാലും ആളുകൾ നിങ്ങളുടെ വന്ധ്യതയെക്കുറിച്ചാണ് പറയുന്നതെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? എവിടെയും ആളുകൾ നിങ്ങളെക്കുറിച്ച് അടക്കി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ ഇവരൊക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ ശത്രുക്കളാണെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴും നിങ്ങളെ കളിയാക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ഒരേ ഒരു പരിഹാര മാർഗ്ഗമേ ഉള്ളൂ. നല്ല ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ആന്തരിക ലോകം സമൃദ്ധമാക്കുക. ജീവിതം ഒരു കണ്ണാടിയാണ്, ഉള്ളിൽ ഉള്ളതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മാന്ത്രിക കണ്ണാടി. വന്ധ്യത എന്നൊരു ശാപമല്ല. വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരായ ആൾക്ക് ലഭിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്കൊരുമിച്ച് വന്ധ്യയ്ക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. വന്ധ്യതാ ചികിത്സയുടെ നൂതന വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഇമെയിലുകളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: എബ്രഹാംസ് അഡ്വാൻസ്ഡ് ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെൻറ്റർ, 3D ലാപ്രോസ്കോപ്പിക് 4D അൾട്രാസൗണ്ട് കോൾപോസ്കോപ്പി, ഇക്സി വിത്ത് സെക്ഷുവൽ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്, നിയർ ബിഷപ്പ് പാലസ്, ആദക്കാട് ചേംബേഴ്സ്, ചങ്ങനാശ്ശേരി. ഫോൺ 0481 241035.